എല്ലാവർക്കും നമസ്കാരം. മമ്മൂട്ടി മോഹൻലാൽ കോംബോയിൽ വരുന്ന മഹേഷ് നാരായൺ ചിത്രമായ ട്രിപ്പിൾ എം അഥവാ പേട്രിയോട്ടിന്റെ ടീസർ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെയല്ല, ഫെയ്ത്ത്, വിശ്വാസം. മമ്മൂട്ടിയില്ലേ? What does this mean? They are going to bring social score to people. അടിപൊളി ലുക്കാട്ടോ മമ്മൂക്കയുടെ. മൊത്തം 3 പേരുണ്ട്. ലാലട്ടൻ, സാറിനെ തടുക്കാൻ കഴിയും. കുഞ്ചാക്കോ ബോബൻ, Student laptop scheme lane. നയൻതാര, Is that similar to Periscope? രേവതി, ഈ പ്രോഗ്രാം അവരെ സീക്രട്ടറി വാച്ച് ചെയ്യുന്നുണ്ട്. ദർശന രാജേന്ദ്രൻ. ഇത് വലിയൊരു താരനിരയാണല്ലോ. വീണ്ടും ഒന്നിച്ച് എന്താവുന്ന അന്വേഷണം അറിയാം. ലാസ്റ്റ് William to complete the sentence. Great Indian traitor or patriot? ഇത്രയും വലിയൊരു താരനിരയിൽ വരുന്ന ഈ ഒരു സംഭവം അടിപൊളിയായിരിക്കും. ടീസർ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഇതൊരു വലിയ ക്യാൻവാസിൽ വരുന്ന ചിത്രമാണ്. അപ്പം മമ്മൂക്കി മോഹൻലാലൊക്കെ വരുമ്പോൾ തന്നെ ഒന്നിച്ച് വരുമ്പോൾ തന്നെ ഒരു ബ്ലാസ്റ്റ് തന്നെയാണ്. അപ്പം ഇത് ഫസ്റ്റ് ഡേ ഇറങ്ങുമ്പോൾ തന്നെ മിക്കവാറും ഒരു 200 crore അടിക്കുമായിരിക്കും, നല്ല മേക്കിംഗ് ആണെങ്കിൽ. അപ്പം മൂന്നാമതുള്ള ആളാരായിരിക്കും? ഇനി സുരേഷ് ഗോപി ആയിരിക്കുമോ? അതുപോലെ നയൻതാരയൊക്കെ മലയാളത്തിൽ വരണമെങ്കിൽ ഒരു അടിപൊളി ചിത്രമായിരിക്കണമല്ലോ. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയത്? എന്താണ് ഇതൊക്കെ കണ്ടിട്ട് തോന്നിയത്? ഈ ടീച്ചർ കണ്ടിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് കമന്റ്സിലൂടെയൊക്കെ ഒന്ന് പറയണേ. അതിൽ മമ്മൂക്കയുടെ ഫൈറ്റ് സീൻസ് ഒക്കെ കണ്ടായിരുന്നു. എന്താ അടിപൊളിയായിട്ടാണ്, അത് ഭയങ്കരമായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മമ്മൂക്കയുടെ ഫസ്റ്റ് ലുക്കില്ലായിരുന്നു, അത് എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ലിഫ്റ്റിലെ സീനൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ്റെ കാലിനെന്തോ പ്രശ്നമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും ഒരു അടിപൊളി ചിത്രം തന്നെ ആയിരിക്കും ഇത് കണ്ടിട്ട് തോന്നുന്നത് മമ്മൂക്ക ലാലേട്ടനൊക്കെ പണ്ട് മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെയൊക്കെയാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ്സിലൂടെ ഒന്ന് പറയണേ.